നാം ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ കൂടി വരുമ്പോൾ ഇത് കർത്താവിൻ്റെ വചനമാണ്. വിവിധ എഴുത്തുകാര് അവരേത് ഉപയോഗിച്ചെങ്കിലും മനുഷ്യന്റെ ഭാഷയിൽ നമ്മുടെ പരിമിതികൾക്കനുസരിച്ച് നമുക്ക് മനസ്സിലാകാൻ വേണ്ടി ദൈവം നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് വേദപുസ്തകം മനുഷ്യന്റെ ഭാഷയിലും മനുഷ്യന് മനസ്സിലാകുന്ന സാഹചര്യങ്ങളിലും കൂടെ തന്നേക്കും. ദൈവത്തിന്റെ ലെവലിൽ നിന്ന് മനുഷ്യരായ നമ്മളോട് സംസാരിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ആർക്കും അത് മനസ്സിലാക്കാൻ പറ്റുകയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ദൈവം മനുഷ്യന്റെ ലെവലിലേക്ക് ഇറങ്ങി വന്നിട്ട് മനുഷ്യന്റെ ഭാഷ, മനുഷ്യന്റെ സാഹചര്യം, മനുഷ്യന്റെ ജീവിത ചുറ്റുപാടുകൾ മനുഷ്യന് നന്നായി മനസ്സിലാകുന്ന അതിന് ഏറ്റവും അടുത്ത കാര്യങ്ങളിൽ കൂടെയാണ് ദൈവം സംസാരിച്ചിരിക്കുന്നത്. വേദപുസ്തകത്തിലെ ഓരോ വാക്കും ഇൻസ്പയർഡ് ആണെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിൽ പെട്ട ഒരാളാണ് ഞാൻ. എന്നെ പോലെ പലരുണ്ട്. അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിൽ ഒരാളാണ്. എന്ന് പറഞ്ഞാൽ വെർബൽ, തിയോളജിക്കലി അതിനെ വിളിക്കുന്ന വെർബൽ പ്ലീനറി ഇൻസ്പിറേഷൻ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ 66 പുസ്തകങ്ങളിൽ കവർ ടു കവർ ഈ ഓരോ വാക്കും ദൈവാത്മാവ്, അത് ദൈവാത്മാവിന്റെ ഇൻസ്പിറേഷനാൽ വന്നതാണ് എന്നുള്ള വളരെ അടിസ്ഥാനപരമാകുന്ന, വളരെ ഉറച്ചതാകുന്ന ഒരു ബോധ്യം ഉണ്ട്. അതിൽ നിന്നാണ് ദൈവവചന ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, ദൈവവചനം കേൾക്കുന്നത് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് എടുക്കണം. ദൈവവചനം വളരെ പ്രാധാന്യമുള്ളതാണ് എന്ന കാര്യത്തിന് വീണ്ടും പ്രാരംഭമായിട്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. നമുക്ക് നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാകുന്ന കർത്താവിൻ്റെ ഒരു പ്രധാനപ്പെട്ട, എല്ലാം പ്രധാനപ്പെട്ടത് തന്നെ, എന്നാൽ നമ്മുടെ രക്ഷയോടും നിത്യതയോടും ബന്ധപ്പെട്ട ഒരു കാര്യം നമ്മൾ ദൈവവചനത്തിൽ നിന്ന് നമ്മുടെ സമയത്തിന്റെ പരിമിതിക്കുള്ളിൽ നിന്ന് ചിന്തിപ്പാനായിട്ട് താല്പര്യപ്പെടുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 1 മുതൽ 8 വരെയുള്ള വേദഭാഗങ്ങൾ സഹോദരന്മാർ ആരെങ്കിലും ഒരാള് ഒന്ന് ഉറക്കെ വായിപ്പാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള തിരുവചന ഭാഗം ഒന്ന് വായിക്കാം. ആ 8 വരെ വായിക്കുന്നത് എല്ലാ ഭാഗവും വിശദീകരിപ്പാൻ കഴിയത്തില്ല, സമയം നമുക്കില്ല. എന്നാൽ അതിൻ്റെ ആ കോണ്ടെക്സ്റ്റ്, അതിൻ്റെ ആ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് തന്നെ സംസാരിക്കണം, വ്യാഖ്യാനിക്കണം എന്നുള്ള നിർബന്ധമുള്ളത് കൊണ്ട് മാത്രം ആ വേദഭാഗം ഒന്ന് വായിക്കുകയാണ്. മാത്രമല്ല ദൈവവചനം അതിൽ തന്നെ ശക്തി ഉള്ളതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ദൈവവചനം, ഇനി ഞാൻ ഒരു കമന്റ് ഒന്നും പറഞ്ഞില്ലെങ്കിലും ദൈവവചനം വായിക്കുന്നത് അതിൽ തന്നെ പവർഫുൾ ആയതുകൊണ്ട് നമുക്ക് ആ വേദഭാഗം ഒന്ന് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ആരെങ്കിലും ഒരാളൊന്ന് വായിക്കാം. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എന്റെ പിതാവ് തോട്ടക്കാരനും ആകുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു, കായ്ക്കുന്നതൊക്കെയും അധികം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്തു കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു. ആ വക ചേർത്ത് തീയിലിടുന്നു, അത് വെന്ത് പോകും. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു. അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ ആകും. Praise the Lord. Hallelujah. ഇന്നത്തെ പകൽ സമയം നമ്മൾ ഈ വേദഭാഗം
അതിന്റെ പശ്ചാത്തലത്തിൽ ഒന്ന് ചിന്തിപ്പാനായിട്ട് താല്പര്യപ്പെടുക. സാധാരണഗതിയിൽ ഈ മരണത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ മരിച്ചു, നമ്മൾ മരിച്ചു. ചിലരൊക്കെ പെട്ടെന്ന് മാറ്റപ്പെട്ടു പോകും, ചിലര് രോഗമൊക്കെ വന്ന് അങ്ങനെ മരിച്ചു. ഏത് നിലയിലായാലും മരിച്ചു കഴിയുമ്പോൾ സാധാരണ ആ മരണത്തിന് സാക്ഷ്യം വഹിക്കുന്ന അല്ലെങ്കിൽ ആ മരണക്കിടക്കയിൽ ആ മരണത്തോട് ചേർന്ന ദിവസങ്ങളിൽ അവിടെ ഉണ്ടായിരുന്നവരോട് മറ്റു പ്രിയപ്പെട്ടവർ ചോദിക്കും, എന്താ മരിക്കുന്നതിന് മുമ്പേ പറഞ്ഞത്? എന്താണ് അദ്ദേഹം പറഞ്ഞത്? അപ്പൊ ചിലര് പറയും, ചോദിക്കാതെ തന്നെ പറയും, മരിക്കുന്നതിന് 2 ദിവസം മുൻപ് അല്ലെ 1 ദിവസം മുമ്പ് ഇന്നതാണ് പറഞ്ഞത്. അപ്പോൾ മരിക്കുന്നതിന് 1 ദിവസം മുൻപ് അല്ലെ 2 ദിവസം മുൻപ് പറഞ്ഞ കാര്യം, it is deemed to be very, very important. And it is so close to the person's heart who is going away. മരണത്തിന് തൊട്ട് മുൻപ് പറയുന്ന വാക്കുകൾ ആ മരിക്കുന്ന ആളിന്റെ ഹൃദയത്തെ മതിക്കുന്ന വിഷയങ്ങളായ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അത് വളരെ പ്രാധാന്യമുള്ളതാണ്. ഇതിന്റെയൊക്കെ ഒരു ബേസിസിലാണ് ഈ ചിലപ്പോൾ ഞാന് ഒരു മീറ്റിങ്ങിൽ ഞങ്ങളുടെ ഒരു അകന്ന ബന്ധുവായ, ഞങ്ങളുടെ ഒരു കൊച്ചു കുടുംബയോഗത്തിൽ ഞങ്ങളുടെ ഒരു അകന്ന ബന്ധുവായി ജഡ്ജായി റിട്ടയർ ചെയ്ത ഒരു പ്രിയപ്പെട്ടവന്റെ ഒരു പ്രസംഗം ഒത്തിരി വർഷങ്ങൾക്ക് മുൻപ് ഞാൻ കേട്ടത് എൻ്റെ മനസ്സിൽ എപ്പോഴും ഞാൻ ഓർക്കും. അപ്പൊ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഏത് കോണ്ടെക്സ്റ്റിൽ അത് പറഞ്ഞു എന്നൊന്നും ഞാൻ ഓർക്കുന്നില്ല, ഇത്രയും മാത്രം ഞാൻ ഓർക്കുന്നു. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന്റെ ആ ജഡ്ജായിട്ടുള്ള കരിയറിൽ പല സന്ദർഭങ്ങളിലും ഈ മരണമൊഴി രേഖപ്പെടുത്താനായിട്ട് താൻ പോയിട്ടുണ്ട്. മരണമൊഴി എന്ന് പറഞ്ഞാൽ മരണമൊഴി മരിക്കുന്നതിന് തൊട്ടു മുൻപ് അത് ഒരു ജഡ്ജിയുടെ മുമ്പിൽ വെച്ച് പറഞ്ഞാൽ പിന്നെ അത് ബൈൻഡിങ്, അതിന് മാറ്റമൊന്നുമില്ല. ഒരു ജഡ്ജിയോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബൈൻഡിങ് ആണ്, അതിന് മാറ്റമില്ല. മരിക്കുന്നതിന് തൊട്ട് മുൻപ് ഒരാൾ പറയുന്ന മൊഴികൾ സത്യമായിരിക്കും, അതിനകത്ത് കളവൊന്നുമില്ല. അപ്പൊ ആ ആള് സത്യമായിട്ടുള്ളത് മാത്രം പറയും എന്നൊരു പ്രിസംഷൻ, ഒരു എന്താ പറയുന്ന ഒരു ധാരണ ലീഗൽ സർക്കിളിലുണ്ട്. ഒരു ധാരണയാണ്, അതെല്ലായ്പ്പോഴും ശരിയാണോന്നൊന്നുമില്ല, അങ്ങനെ ഒരു ധാരണയുണ്ട്. ഞാൻ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. മരണത്തിന് തൊട്ട് മുൻപും ഒക്കെ പറയുന്ന കാര്യങ്ങൾ വളരെ പ്രാധാന്യമുള്ളതാണെങ്കിൽ നമ്മൾ ഇവിടെ വായിച്ചതാകുന്ന ഈ വേദഭാഗം നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാകുന്ന കർത്താവിന്റെ ക്രൂശ് മരണത്തിന്റെ ചില മണിക്കൂറുകൾക്ക് മുമ്പ് പറഞ്ഞ കാര്യം, ചില മണിക്കൂറുകൾക്ക് മുമ്പ് പറഞ്ഞ കാര്യമാണ് നമ്മൾ വായിച്ചത്. യോഹന്നാന്റെ സുവിശേഷം 13 അത് ആരംഭിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം എന്ന് പറഞ്ഞാൽ അത് ആ പെസഹായുടെ ഈവനിങ്ങിലെ ഒരു സെറ്റിംഗ് ആണ്. പെസഹാ പെരുന്നാളിന്റെ ആ ഈവനിങ്ങിൽ
ആ ഒരു പ്രത്യേക പശ്ചാത്തലവും പൊതുവെ വേദപഠിതാക്കള് ചിന്തിക്കുന്നത് അതൊരു സ്പെഷ്യൽ പാസ് ഓവർ ആയിരുന്നു എന്നാണ്. ഈ പ്രത്യേക പാസ് ഓവർ മീൽ, ഈ പ്രത്യേക പെസഹ കുഞ്ഞാടിനെ അറക്കുന്ന ആ പെരുന്നാളിന്റെ ആ സംഭവം, നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാകുന്ന കർത്താവും ശിഷ്യന്മാരും ആചരിക്കുന്ന ആ സംഭവം, അല്ലെങ്കിൽ ആ പ്രത്യേക വർഷത്തിൽ സംഭവിച്ച ആ സംഭവം ഒരു സ്പെഷ്യൽ കാര്യമാണെന്ന് പൊതുവെ ചിന്തിക്കുന്നുണ്ട്. എനിവേ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇത്ര മാത്രം നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് ആ പശ്ചാത്തലം അറിയാം. യോഹന്നാന്റെ സുവിശേഷം 13 മുതൽ ഉള്ള വേദഭാഗങ്ങൾ, 13 മുതൽ 13-14 അധ്യായങ്ങൾ പൊതുവെ ചിന്തിക്കുന്നത് അത് ആ മാളിക മുറിയിൽ വെച്ച് കർത്താവ് നൽകുന്ന ആ സന്ദേശമാണ്, അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ആ ആശയവിനിമയമാണ്. അത് ഒത്തിരി കാര്യങ്ങൾ നമുക്കവിടെ മനസ്സിലാക്കാനായിട്ടുണ്ട്. അതിലോട്ടൊന്നും ഞാനിപ്പോ പോകുന്നില്ല. എന്നാൽ 15-ാം അധ്യായം ചില വേദപഠിതാക്കൾ പറയുന്നത് അത് ആ മാളിക മുറിയിൽ നിന്ന് ഇറങ്ങി കർത്താവ് ഒരു പക്ഷേ യെരുശലേമിൽ കൂടെ നടന്ന് യെരുശലേമിന്റെ കിഴക്കു വശത്തുള്ള ഒലിവുമലയിലേക്കുള്ള യാത്രയിൽ പറഞ്ഞതാകാം എന്ന് ചിലര് ചിന്തിക്കുന്നുണ്ട്. അതിന് കാരണമായിട്ട് പറയുന്നത് അതിന്റെ 14-ാം അധ്യായത്തിന്റെ അവസാനം നമ്മൾ ശ്രദ്ധിച്ചേ. നിങ്ങൾ എല്ലാവരും വേദപുസ്തകം തുറന്നേ. 14-ാമത്തെ അധ്യായത്തിന്റെ അവസാനം കർത്താവ് പറയുന്ന ഒരു കാര്യം, എഴുന്നേൽപ്പീൻ നാം പോകാം. അപ്പോൾ അതാണ് അതിന്റെ കാരണം. അങ്ങനെ ആയിരിക്കാം, അല്ലായിരിക്കാം, അത് നമ്മുടെ വിഷയമല്ല. ഇനി അങ്ങനെയാണെങ്കിൽ അതായത് മാളിക മുറിയിൽ നിന്ന് കർത്താവ് ശിഷ്യന്മാരും ഇറങ്ങുന്നു, അങ്ങനെയാണോ അല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. അഥവാ അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ കർത്താവ് യെരുശലേമിൽ നിന്ന് താഴേക്ക് ആ വാലിയിലേക്ക് ഇറങ്ങി മുകളിലേക്ക് കയറുകയും അവിടെ നടന്നു വരുമ്പോൾ നിശ്ചയമായിട്ടും ഇസ്രായേലിലെല്ലാം സാധാരണ ഉണ്ടായിരുന്ന ഒരു കൃഷിയാണ് മുന്തിരി കൃഷി എന്നുള്ളത്. മുന്തിരി അത് അവർക്ക് ഏറ്റവും പരിചിതമാകുന്ന ഒരു കാര്യം. അപ്പോൾ ഒരു പക്ഷേ ഒരു മുന്തിരിത്തോട്ടത്തിന്റെ അടുത്തൂടെ വരുമ്പോഴായിരിക്കാം കർത്താവ് ഇത് പറഞ്ഞത്, നമുക്കറിയത്തില്ല. ഇനി മാളിക മുറിയിൽ വെച്ച് തന്നെ അത് കണ്ടിന്യൂ ചെയ്തതാണോ അത് നമുക്കറിയില്ല. എനിവേ 18-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ കർത്താവും ശിഷ്യന്മാരും ഓൾറെഡി ഗതസമന തോട്ടത്തിലാണ്. അത് നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല, അത് നമ്മുടെ വിഷയവുമല്ല. ബി ദാറ്റ് ആസ് ഇറ്റ് മേ, അതങ്ങനെ ഇരിക്കട്ടെ. എന്നാൽ നമ്മൾ ഈ 15-ാം അധ്യായത്തിന്റെ 1 മുതൽ 8 വരെ വാക്യങ്ങളിൽ കർത്താവ് പറയുന്ന ആ സാദൃശ്യം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ പ്രാധാന്യമുള്ള ഒരു സാദൃശ്യം. ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ സാദൃശ്യത്തിന് ഒരു പശ്ചാത്തലം അവർക്കുണ്ട്. അപ്പൊ രണ്ട് കാര്യങ്ങൾ അവിടെ മനസ്സിലാക്കണം. ഒന്ന്, ഈ സാദൃശ്യം വളരെ ഈസിലി അണ്ടർസ്റ്റുഡ് ആണ്, വളരെ എളുപ്പം ശിഷ്യന്മാർക്ക് മനസ്സിലാകുന്നതാണ്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, സാധാരണയുള്ള ഒരു കൃഷിയാണത്, അത് പെട്ടെന്ന് മനസ്സിലാകും. 2, ആ സാധാരണയുള്ള കൃഷി എന്നതിനേക്കാൾ ഉപരി ഇതിനൊരു ആത്മീക പശ്ചാത്തലം കൂടെയുണ്ട്. മുന്തിരിവള്ളി എന്ന് പറയുമ്പോൾ അതിനൊരു ആത്മീക പശ്ചാത്തലം യഹൂദനെ സംബന്ധിച്ചിട്ടുണ്ട്. അതിന്റെ കാരണം പഴയ നിയമത്തിലുടനീളം, അതായത് പഴയ നിയമത്തിൽ 80-ാം സങ്കീർത്തനം തുടങ്ങി
ഹോശേയയുടെ പ്രവചനം വരെ പലയിടങ്ങളിൽ 80-ാം സങ്കീർത്തനം, യെശയ്യാവിന്റെ പ്രവചനം, യെരമ്യാവിന്റെ പ്രവചനം, യെഹസ്കേലിന്റെ പ്രവചനം, ഹോശേയയുടെ പ്രവചനം, ഈ വേദഭാഗങ്ങളിലെല്ലാം തന്നെ മുന്തിരിവള്ളി എന്ന് പറഞ്ഞ ഇസ്രയേലിനെ സാദൃശീകരിക്കാനായി ഉപയോഗിച്ചിരിക്കുന്ന ഒരു സാദൃശ്യമാണ് മുന്തിരിവള്ളി. ഉദാഹരണത്തിന് 80-ാം സങ്കീർത്തനം എടുത്തെങ്കിൽ അതിന്റെ 9-ാം വാക്യം ഒന്ന് വായിച്ചേ. 80-ന്റെ 9 മുതൽ ഒന്ന് വായിച്ചേ, പെട്ടെന്ന് എടുത്തേ വായിച്ചാൽ മതി, പെട്ടെന്ന്. നീ അതിനെ തടമെടുത്ത് വേരൂന്നി ദേശത്ത് അതിന്റെ മുകളിലുണ്ടല്ലോ, നീ മിസ്രയീമിൽ നിന്ന് ഒരു മുന്തിരിവള്ളി കൊണ്ടുവന്നു, ജാതികളെ നീക്കിക്കളഞ്ഞ് അതിനെ നട്ടു. അപ്പൊ അവിടെ നമുക്ക് മനസ്സിലായല്ലോ കാര്യം. ഞാൻ അത് മാത്രം വായിക്കുന്നതിനെ ചോദിച്ചു കഴിഞ്ഞാൽ താഴോട്ടുള്ളത് നിങ്ങൾ വായിച്ചോ. അതിന്റെ 9 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ അത് തന്നെയാണ് കാണുന്നത്. നീ മിസ്രയീമിൽ നിന്ന് ഒരു മുന്തിരിവള്ളി കൊണ്ടുവന്നു, ജാതികളെ നീക്കി തടമെടുത്ത് അതിനെ നട്ടു. ഓക്കെ. പിന്നെ നമ്മൾ വായിക്കുന്നത് അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട വേദഭാഗം എന്ന് പറയുന്നത് യെശയ്യാവിന്റെ പ്രവചനം 5-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളാണ്. അത് വളരെ ഫേമസ് ആണ്. അത് ആ വേദഭാഗവും നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവിടെയും നമുക്കത് കാണാനായിട്ട് കഴിയും. ഇസ്രായേലിനെ കുറിച്ച് ഞാൻ എൻ്റെ പ്രിയതമൻ അവന്റെ മുന്തിരിത്തോട്ടത്തെ കുറിച്ച് എൻ്റെ പ്രിയന്റെ പാട്ട് എന്നൊക്കെ പറഞ്ഞ് ആ മുന്തിരിത്തോട്ടത്തെ കുറിച്ചുള്ള വർണ്ണനയാണ്. അതാരെ കുറിച്ചാണ് പറയുന്നത് നമുക്കറിയാം. യെരമ്യാവിന്റെ പ്രവചനം 2:21, 12-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ, യെഹസ്കേലിന്റെ പ്രവചനം 15:1 മുതലുള്ള വാക്യങ്ങൾ, 17-ാം അധ്യായം 1 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ, 19-10 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ, ഇതെല്ലാം യെഹസ്കേലിന്റെ പ്രവചനം. ഹോശേയ 10:1 മുതൽ 2 വരെ. ഇത്രയും വേദഭാഗങ്ങളിലെല്ലാം മുന്തിരിവള്ളി എന്ന് പറഞ്ഞിരിക്കുന്നത് ഇസ്രയേലിനെ സാദൃശീകരിക്കാനായിട്ടാണ് പറഞ്ഞേക്കുന്നത്. അതാണ് അതിൻ്റെ ഒരു ഹിസ്റ്ററി, അതിൻ്റെ ഒരു പശ്ചാത്തലം. പക്ഷെങ്കിൽ ഈ വേദഭാഗങ്ങളിലെല്ലാം ഉള്ള ഒരു സവിശേഷത നമ്മൾ കാണാതെ പോകരുത്. ഇത്ര നല്ല നിലയിൽ മുന്തിരിവള്ളി കൊണ്ടുവന്ന് നട്ടെങ്കിലും നടുക മാത്രമല്ല, അതിന് തടമെടുക്കുന്നു, കല്ല് പറക്കി കളയുന്നു, വേലി കെട്ടുന്നു. യെശയ്യാവിന്റെ പ്രവചനത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, ഈ കൃഷിക്കാരൻ മുൻകൂട്ടി ഭയങ്കര താല്പര്യത്തോടെ ഒരു ചക്ക് വരെ അവിടെ സ്ഥാപിച്ചു. എന്ന് പറഞ്ഞാൽ മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി കഴിഞ്ഞിട്ട് ഗ്രേപ്പ് പറിച്ചു കഴിയുമ്പം അത് കൃഷി ചെയ്യാനുള്ള ചക്ക് വരെ ഉണ്ടാക്കി എന്നാ യെശയ്യാവിന്റെ പ്രവചനത്തിൽ നമ്മൾ വായിക്കുന്നു. അങ്ങനെ ആ കാര്യമെല്ലാം ചെയ്തെങ്കിലും ഈ വേദഭാഗങ്ങളിലെല്ലാം നമ്മൾ വായിക്കുന്നത് എല്ലാ സാഹചര്യങ്ങളും കൊടുത്തു. നിലം നന്നാക്കി, കല്ല് പറക്കി കളഞ്ഞു, വേലി കെട്ടി, എല്ലാം ചെയ്തു കൊടുത്തു. ഫലം കായ്ക്കാൻ യജമാനൻ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. പക്ഷെ കായ്ച്ചത് എന്താണ്? കായ്ച്ചത് എന്താണെന്നറിയാം? കാട്ടുമുന്തിരിങ്ങ ആയിരുന്നു. അപ്പൊ ഈ വേദഭാഗങ്ങളിലെല്ലാം ഇസ്രായേലിനെ കുറിച്ച് പറയുന്ന ഇതാണ്. അപ്പൊ ഇനി പ്രവാചകന്മാർ എന്നാ പറയുന്നേ? അതുകൊണ്ട് പ്രവാചകന്മാർ പറയുന്നേ, ഞാനിതെല്ലാം ചെയ്തിട്ടും കായ്ച്ചത് കാട്ടുമുന്തിരിങ്ങ ആയതുകൊണ്ട് ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോകുകയാണ്.
ഞാൻ അതിന്റെ വേല് പൊളിക്കാൻ പോവുകയാണ്, അത് വന്യമൃഗങ്ങൾ നശിപ്പിക്കട്ടെ, അതിനെന്ത് സംഭവിക്കട്ടെ, ഐ വിൽ നോട്ട് ബോദർ എന്ന് പറയുന്ന നിലയിൽ ദൈവത്തിന്റെ ജഡ്ജ്മെന്റ്, ദൈവത്തിന്റെ ന്യായവിധി നടപ്പാക്കുന്ന ഒരു ചിത്രമാണ് പഴയ നിയമത്തിൽ ഉടനീളം നമ്മൾ കാണും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഒരു മുന്തിരിവള്ളി കൊണ്ടുവന്നേച്ച് ഒരു നല്ല കർഷകൻ അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് ആ മുന്തിരിങ്ങ കായ്പാനായിട്ട് കാത്തിരുന്നു. പക്ഷെങ്കിൽ അത് കായ്ച്ചത് മുന്തിരിവള്ളിയായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ഇസ്രായേലിൽ നിന്ന് അവരെ വെടിവെച്ചു. അവർക്ക് ഒരു ന്യായപ്രമാണം കൊടുത്തു. അതുപോലെ ഒരു ന്യായപ്രമാണം വേറെ ആർക്കും കൊടുത്തിട്ടില്ല. പ്രത്യേകിച്ച് നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ, ഞാനൊന്ന് ഇൻട്രഡക്ഷൻ പറഞ്ഞ് തീരുമെന്നാണ് എന്റെ ചിന്ത. എനിവേ തീരട്ടെ, കുഴപ്പമില്ല. ആവർത്തന പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് ഇത്ര ഒരു ശ്രേഷ്ഠജാതി, 4-ാം അധ്യായം, ഇത്ര ഒരു ശ്രേഷ്ഠജാതി ഏതുള്ളൂ, നമുക്ക് ലഭിച്ചതുപോലെ ഈ ന്യായപ്രമാണം കിട്ടിയ ഒരു ജാതി വേറെ ഉണ്ടോ എന്നൊക്കെയാ ചോദിക്കുന്നത്. നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ യഹോവ നമുക്ക് അടുത്തിരിക്കുന്ന ഇത്രയൊരു ശ്രേഷ്ഠജാതി വേറെ ഏതാ ഉള്ളത്? ആവർത്തനം 4 നിങ്ങൾ വായിച്ചു നോക്കണം, ഇല്ലേ? ആവർത്തനം 4 എന്റെ ഓർമ്മ. അപ്പോൾ ദൈവം അവർക്ക് ന്യായപ്രമാണം കൊടുത്തു. ദൈവം അവരുടെ എല്ലാം നൽകി. ഇതെല്ലാം നൽകിയതിന്റെ ഉദ്ദേശം എന്തായിരുന്നു? ആ കാലത്ത് ഉണ്ടായിരുന്ന അധാർമികരും അശുദ്ധരും ദുഷ്ടരുമാകുന്ന ജാതികളുടെ നടുവിൽ യഹോവയാകുന്ന ദൈവം ഒരു ജനത്തെ തിരഞ്ഞെടുത്തിട്ട് അവരുടെ ഹൃദയങ്ങളെ ഇല്യൂമിനേറ്റ് ചെയ്തിട്ട് അവർക്കൊരു ന്യായപ്രമാണം കൊടുത്താൽ ആ ന്യായപ്രമാണം അവരുടെ ജീവിതത്തെ എങ്ങനെ മാറ്റിമറിക്കും എന്ന് ചുറ്റുമുള്ള ജാതികൾ കണ്ടിട്ട്, അതാണ് ഫലം, ചുറ്റുമുള്ള ജാതികൾ കണ്ടിട്ട് യഹോവയാകുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഇതാണ് അതിന്റെ ചിത്രം. അപ്പൊ ഇതിപ്പോ മുന്തിരിങ്ങ കായ്ക്കും എന്നൊക്കെ പറയുമ്പോ നമ്മളിവിടെ വായിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എന്റെ പിതാവ് മഹത്വപ്പെടും. ഇതേ ഇന്റൻഷൻ ആയിരുന്നു അവിടെ. ഇത് വേണ്ടതെല്ലാം കൊടുത്തു. അപ്പൊ യഹോവയാകുന്ന ദൈവം ആരാണെന്ന് അധാർമികരും ദുഷ്ടരും ദൈവമില്ലാത്തവരുമാകുന്ന ജാതികൾ കാണണമെങ്കിൽ സാക്ഷാൽ ദൈവം ആര് എന്ന് അവർക്കൊരു വെളിച്ചം കിട്ടണമെങ്കിൽ അവർ നോക്കേണ്ടത് ഇസ്രയേലിലേക്കായിരുന്നു. അതായിരുന്നു ദൈവത്തിന്റെ സെറ്റപ്പ്. അതാ ദൈവം ആഗ്രഹിച്ചത്. ദൈവം ആഗ്രഹിച്ച കാര്യം അതാ. അതിനു വേണ്ടിയിട്ടാണ് വെട്ടാത്ത കിണറും പണിയാത്ത വീടും എല്ലാം ദൈവം അവർക്ക് കൊടുത്തത്, കേട്ടോ. അല്ലാതെ വെട്ടാത്ത കിണറും പണിയാത്ത വീടും അവര് വലിയ ഭക്തരായതിന്റെ പ്രതിഫലമായിട്ടല്ല കൊടുത്തത്. കേക്കണേ, നമ്മൾ ഇന്ന് പാട്ടുണ്ടാക്കുന്ന നേരെ തിരിച്ചാ. അങ്ങനെ അല്ല പുസ്തകം പറയുന്നതെന്നാ ഞാൻ പറയുന്നത്. സംശയം ഉണ്ടെന്ന് വായിച്ചു. ഞാൻ പറയുന്നത് എന്റെ വാക്കുകൾ നിങ്ങൾ വെറുതെ വിശ്വസിക്കണ്ട. 105-ാമത്തെ സങ്കീർത്തനം ഒന്ന് എടുത്തേ പെട്ടെന്ന്. 105-ാം സങ്കീർത്തനം അതിന്റെ 44-45 2 വാക്യങ്ങൾ പെട്ടെന്ന് വായിച്ചു, വളരെ പെട്ടെന്ന്. അവൻ തന്റെ ചട്ടങ്ങളെ പ്രമാണിക്കുകയും തന്റെ ന്യായപ്രമാണങ്ങളെ ആചരിക്കുകയും ചെയ്യേണ്ടതിന് അവൻ ജാതികളുടെ ദേശങ്ങളെ അവർക്ക് കൊടുത്തു. ഒരു നിമിഷം ചിന്തിക്കണം. ഇസ്രായേലിന് എന്തിനാ കൊടുത്തത്? ഇസ്രായേലിന്റെ ഭക്തിയുടെ പാരമ്യതയ്ക്കൊരു റിവാർഡല്ല ദൈവം കൊടുത്തത്. ഇന്നും പലരും ചിന്തിക്കുന്ന അങ്ങനെ.
ദൈവം എന്തെങ്കിലും തന്നാൽ ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടാ, അങ്ങനെയൊക്കെ പറയുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ദൈവം ഞാൻ പ്രാർത്ഥിച്ചിട്ടാ, ഞാൻ ഉപവസിച്ചിട്ട് എനിക്ക് ദൈവം തന്നതാ എന്നൊക്കെ പറയുന്ന, ഇത് ഞാൻ ചുമ്മാ പറയുന്നൊന്നുമല്ല, അങ്ങനെയുള്ളവരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ സത്യത്തിൽ ദൈവം എന്തിനാ ഇത് കൊടുക്കാന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ദൈവം കൊടുത്തത് എന്തിനാ? കൊടുത്തത് അവർ തൻ്റെ ചട്ടങ്ങളെ പ്രമാണിക്കുകയും തൻ്റെ ന്യായപ്രമാണങ്ങളെ ആചരിക്കുകയും ചെയ്യേണ്ടതിന്. വെട്ടാത്ത കിണറും പണിയാത്ത വീടും കൊടുത്തു. എന്തിനാ കൊടുത്തത്? എന്റെ ദൈവത്താൽ നിശ്ചയം ഞാൻ അനുഗ്രഹം പ്രാപിക്കും, എന്റെ ശത്രു ഒടിഞ്ഞു പോകും, അവന്റെ കൈ ഒടിഞ്ഞു പോകുമെന്ന് പാട്ട് കെട്ടാനല്ല. അതിനല്ല കൊടുത്തത്. എന്തിനാ മുന്തിരിവള്ളിയെ മിസ്രയീമിൽ നിന്നൊരു മുന്തിരിവള്ളി കൊണ്ടുവന്നേച്ച് ജാതികളെ നീക്കി തടമെടുത്തു, കല്ല് പറക്കിക്കളഞ്ഞു, വേലി കെട്ടി. എന്തിനാ കൊടുത്തത്? മുന്തിരിങ്ങ കായ്ക്കാനാ കൊടുത്തത്. ഇന്നും മനസ്സിലാക്കണം, ദൈവം എന്തിനാണ് നമുക്ക് സൗകര്യങ്ങൾ തന്നത്? പ്രിയപ്പെട്ടവരെ, സൗകര്യങ്ങൾ തന്നത് നമ്മൾ കൂടുതൽ ദൈവത്തെ അന്വേഷിക്കേണ്ടതിനാ സൗകര്യം തന്നു, അല്ലേ? നമുക്ക് വാഹനം തന്നത് എന്തിനാ? ജോലിക്ക് വേണ്ടി മാത്രമാണോ തന്നത്? അല്ല. വാഹനം ഓടിക്കുമ്പോൾ നമുക്ക് ടയർഡ്നെസ് ഉണ്ടാവും, ശരിയാ, ഭയങ്കര സ്ട്രെസ്സാണ്. പക്ഷെ വാഹനം എന്തിനാ തന്നത്? ജോലി കഴിഞ്ഞു വന്ന് കൂട്ടായ്മ ഉണ്ടെങ്കിൽ അതിലൂടെ പോകാൻ വേണ്ടിയിട്ടാ വാഹനം തന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇത് നമുക്ക് ഗുണമുണ്ടാകുന്ന ആപ്ലിക്കേഷൻ വേണമല്ലോ, ഇല്ലേ? വാഹനം എന്തിനാ തന്നത്? കൂട്ടായ്മയ്ക്ക് പോകാതിരിക്കാനുള്ള എക്സ്ക്യൂസിനാണോ വാഹനം തന്നത്? അല്ല. കൂട്ടായ്മയ്ക്ക് പോകാൻ. അതോ കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ ഉപവസിച്ചതിന്റെ പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് എനിക്കിപ്പൊ ഇത് തന്നു, അപ്പൊ അതുകൊണ്ട് എനിക്ക് വീട്ടിൽ ഇരിക്കാം, അതിനാണോ തന്നത്? അല്ല. എന്തിനാ തന്നത്? ഇസ്രായേലിന് എന്തിനാ കൊടുത്തതെന്ന് ചിന്തിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവും. ഇസ്രായേലിന് കൊടുത്തത് ഇതിനാണെന്ന് വേദപുസ്തകം വ്യക്തമായിട്ട് പറയുന്നു. ഒന്ന് വായിച്ചോളൂ ആ വേദഭാഗം, നമ്മളിപ്പോ വായിച്ചത്, ആ സങ്കീർത്തനത്തിന്റെ വായിച്ചു. 105:44-45 വായിച്ചോ ബ്രദറെ, അത് മുഴുവൻ വായിച്ചു. അവർ തന്റെ ചട്ടങ്ങളെ പ്രമാണിക്കുകയും തന്റെ ന്യായപ്രമാണങ്ങളെ ആചരിക്കുകയും ചെയ്യേണ്ടതിന് അവൻ ജാതികളുടെ ദേശങ്ങളെ അവർക്ക് കൊടുത്തു. നോക്കിയോ? വായിച്ചു. അവർ വംശങ്ങളുടെ അധ്വാന ഫലം കൈവശമാക്കുകയും യഹോവയെ സ്തുതിപ്പീൻ. വംശങ്ങളുടെ അധ്വാന ഫലം കൈവശമാക്കുകയും ചെയ്തു. അപ്പൊ ദൈവം കൊടുത്തത് എന്തിനാ? ദൈവം കൊടുത്തത് ഈ ഒരു ലക്ഷ്യത്തോടു കൂടിയാ ദൈവം കൊടുത്തത്. അതായത് തന്റെ ചട്ടങ്ങളെ പ്രമാണിക്കുകയും തന്റെ ന്യായപ്രമാണത്തെ ആചരിക്കുകയും ചെയ്യരുത്. അപ്പൊ ഈ ചട്ടങ്ങളും ന്യായപ്രമാണവും ആചരിച്ചാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പെട്ടെന്ന് ഞാൻ മുമ്പേ റെഫർ ചെയ്ത ആ വേദഭാഗത്തോട്ടൊന്ന് വരാം. ഇത് ഇസ്രായേലിന്റെ കാര്യമാണ്, നമ്മുടെ കാര്യം പിന്നെ വരുന്നുള്ളൂ. അത് ഇനി അടുത്ത ആഴ്ചയല്ലേ പറയാൻ പറ്റുള്ളൂ, അത് അടുത്ത ആഴ്ചയല്ലേ പറയത്തുള്ളൂ. ഇത് ഇസ്രായേലിന്റെ കാര്യമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, യേശു കർത്താവ് ഇവിടെ പറയുന്ന ഈ സാദൃശ്യത്തിന് ഒരു പശ്ചാത്തലം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ആ പശ്ചാത്തലമാണ് നമ്മളിപ്പോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴ് ആവർത്തന പുസ്തകത്തില് 4-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ
അതിന്റെ 6-ാമത്തെ വാക്യം മുതലൊന്ന് വായിച്ചേ. 5 മുതൽ വായിച്ചോ. നിങ്ങൾ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്ത് നിങ്ങൾ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്ത് നിങ്ങൾ അനുസരിച്ച് നടപ്പാനായി എന്റെ ദൈവമായ യഹോവ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ നിങ്ങളോട് ചട്ടങ്ങളും വിധികളും ഉപദേശിച്ചിരിക്കുന്നു. അവയെ പ്രമാണിച്ച് നടപ്പീൻ. ഇത് തന്നെയല്ലോ ജാതികളുടെ ദൃഷ്ടിയിൽ നിങ്ങളുടെ ജ്ഞാനവും വിവേകവും ആയിരിക്കുന്നത്. അവർ ഈ കൽപ്പനകളൊക്കെ കേട്ടിട്ട് ഈ ശ്രേഷ്ഠ ജാതി ജ്ഞാനവും വിവേകവുമുള്ള ജനം തന്നെ എന്ന് പറയും. ഹല്ലേലൂയ. കണ്ടോ, ഞാൻ എന്തിനാ ഇത് തന്നേ? ഇത് തന്നത് നിങ്ങൾ അവയെ ഇസ്രായേലിനോട് പറയുന്ന കാര്യം. ഇപ്പൊ നമ്മൾ എക്സ്ക്ലൂസീവ്ലി ഇസ്രായേൽ മാത്രമാണ് ചിന്തിക്കുന്നത്. അവരോട് പറയുക, ഇത് ഞാൻ നിങ്ങൾക്ക് തന്നത് ഇതിനു വേണ്ടിയിട്ടാണ്. കാരണം അത് നിങ്ങൾ പ്രമാണിച്ച് നടക്കുമ്പോൾ ഇത് കാണുന്ന ജാതികൾ എന്തോ പറയും. ഇത് പ്രമാണിച്ച് നടക്കുമ്പോൾ അവയെ പ്രമാണിച്ച് നടക്കും. ഇത് തന്നെയല്ലോ ജാതികളുടെ ദൃഷ്ടിയിൽ നിങ്ങളുടെ ജ്ഞാനവും വിവേകവുമായിരിക്കുന്നത്. അവർ ഈ കൽപ്പനകളെയൊക്കെയും കേട്ടിട്ട് ഈ ശ്രേഷ്ഠ ജാതി ജ്ഞാനവും വിവേകവുമുള്ള ജനം തന്നെ എന്ന് പറയും. ഇപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇസ്രായേലിന്റെ ചുറ്റുമുള്ള ജാതികള് ഇത് അവരുടെ സെറ്റിംഗാണ്. ഓക്കെ, അവർ ഈ പ്രമാണം എല്ലാം പ്രമാണിച്ച് നടക്കുമ്പോൾ ദൈവം പറയുക, ഇതാണ് നിങ്ങളുടെ ജ്ഞാനം, ഇതാണ് നിങ്ങളുടെ വിവേകം. ഇത് നിങ്ങൾ പ്രമാണിച്ച് നടക്കുമ്പോൾ ജാതികൾ ഇത് കണ്ടേ ചെന്നോ പറയുന്നില്ലയോ, ഈ ജാതി ഞങ്ങളെ പോലെ അല്ല, ഇവര് ജ്ഞാനവും വിവേകവും ഉള്ളവരാണ്. അപ്പൊ അവർ അന്വേഷിക്കും, ഇതിന്റെ രഹസ്യം എന്താ? അപ്പൊ മനസ്സിലാകും, ഇത് മറ്റൊന്നുമല്ല. ഇതിന്റെ രഹസ്യം ഇത് യഹോവയായ ദൈവത്തിന്റെ പ്രമാണമാണ്. യഹോവയാകുന്ന ദൈവമാണ് അവർക്ക് ഈ പ്രമാണം കൊടുത്തത്. അപ്പോൾ ആത്യന്തികമായിട്ട് എന്ത് സംഭവിക്കും? യഹോവയാകുന്ന ദൈവം മഹത്വപ്പെടും. എങ്ങനെ മഹത്വപ്പെടും? ഇവര് നല്ല ഫലം കായ്ക്കുമ്പോൾ, അതാ നല്ല ഫലം കായ്ക്കുക എന്ന് പറഞ്ഞാൽ, കാട്ടുമുന്തിരിങ്ങയ്ക്ക് പകരം നല്ല ഫലം കായ്ക്കുക എന്ന് പറഞ്ഞാൽ ഇതാ. അവരുടെ ജീവിതം വ്യത്യസ്തമാണ്. അപ്പൊ അവര് നല്ല ഫലം കായ്ക്കുമ്പം ചുറ്റുമുള്ള ജാതികൾ കണ്ടേച്ച് പറയും, ഓ, യാഹ്വേ ഈസ് നോട്ട് ലൈക്ക് അവർ ഗോഡ്. ഞങ്ങളുടെ ദൈവത്തെ പോലെയല്ല യാഹ്വേ. There is no one like Yahweh. യാഹ്വയെ പോലെ വേറെ ആരും ഇല്ല. അതുകൊണ്ടാണ് ദേവന്മാരിൽ നിനക്ക് തുല്യനാ. He is not great among the company. അങ്ങനല്ല. നേരെ മറിച്ച് there is no one like him. അവനെ പോലെ ഒരുത്തൻ ഇല്ല. എൻ്റയർലി ഡിഫറെന്റ്. അപ്പൊ ഇസ്രായേൽ മക്കളോടുള്ള ബന്ധത്തിൽ മുന്തിരി വള്ളിയെ കുറിച്ച് പറഞ്ഞേക്കുന്നതിന്റെ പശ്ചാത്തലം മനസ്സിലായോ? ഇതാ പശ്ചാത്തലം. അപ്പൊ ദൈവം കാത്തിരുന്നത് ഇതിനു വേണ്ടിയിട്ടാണ്. പക്ഷെ അവിടെ സംഭവിച്ച കാര്യം എന്താ? കായ്ച്ചതെല്ലാം കാട്ടുമുന്തിരിങ്ങയായിരുന്നു. എന്നാൽ അത് ദൈവത്തിന്റെ സ്നേഹവും ദൈവത്തിന്റെ ലവിങ് കൈൻഡ്നസും ദൈവത്തിന്റെ കരുണയും ദൈവത്തിന്റെ കൃപയും യഹോവ എങ്ങനെയുള്ളവനാണെന്ന് ജാതികൾ മനസ്സിലാക്കണം. പക്ഷെങ്കിൽ അങ്ങനെ മനസ്സിലാകാൻ തക്കവണ്ണം ആണ് ദൈവം ഇന്റന്റ് ചെയ്തത്. ദൈവം ന്യായപ്രമാണം കൊടുത്തത്, ദൈവം സാഹചര്യങ്ങൾ കൊടുത്തത്, ഞാൻ മുമ്പേ സൂചിപ്പിച്ച വെട്ടാത്ത കിണറും പണിയാത്ത വീടും എല്ലാം കൊടുത്തത്, ആ ദേശം കൊടുത്തു, എല്ലാം കൊടുത്തു, എല്ലാം ഉറപ്പിച്ചു. പക്ഷെ കാട്ടുമുന്തിരിങ്ങ. എന്നാൽ ഇവിടെ കർത്താവ് പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിച്ച്. ഇതാ ഞാൻ പറഞ്ഞു വരുന്നത്. അത് അവരെ കുറിച്ച് പറഞ്ഞത് നമ്മളുമായിട്ട് ചില സാദൃശ്യങ്ങൾ ഉണ്ടെങ്കിലും ഇറ്റ് ഈസ് എൻറ്റയർലി ഡിഫറെന്റ്. ഇറ്റ് ഈസ് ഓൾ ടുഗദർ ഡിഫറെന്റ്. പ്രൈസ് ഗോഡ് ഫോർ ദാറ്റ്.
ഇത് വളരെ ഡിഫറെന്റാണ്. ഇവിടെ കർത്താവ് പറയുന്ന ഒന്ന് ശ്രദ്ധിച്ച്, പഴയ നിയമത്തിൽ ഇസ്രയേലായിരുന്നു മുന്തിരിയെങ്കിൽ ഇവിടെ യേശു കർത്താവ് പറയുന്നത് എന്താ? ശിഷ്യന്മാരെ, പഴയ നിയമത്തിൽ പഴയ നിയമ ഇസ്രയേല് മുന്തിരിയായിരുന്നു, അവരെ ഫലം കായ്ക്കാൻ നോക്കിയിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോകാം, അവരെ മാറ്റി നിങ്ങളാണ് മുന്തിരി, ഇനി നിങ്ങൾ ഫലം കായ്ച്ചോണം. അങ്ങനാണോ പറയുന്നത്? അങ്ങനല്ല. പിന്നെ എങ്ങനെയാ പറയുന്നേ? ഒന്ന് ശ്രദ്ധിച്ചോ, ഞാനത് വിശദീകരിക്കാം. അവിടെ പറയുന്ന ഇതാ, ഞാൻ സാക്ഷാൽ മുന്തിരി വള്ളി, എന്റെ പിതാവ് തോട്ടക്കാരൻ. പഴയ നിയമത്തിൽ യഹോവയാകുന്ന ദൈവം തോട്ടക്കാരൻ തന്നെ, യഹോവയാകുന്ന ദൈവം തന്നെയാണ് അത് ചെയ്തത്. എന്നാൽ ഇവിടെ യേശു പറയുകയാണ്, പഴയ നിയമ ഇസ്രയേലിന് പകരം സഭ മുന്തിരി വള്ളിയാണെന്നല്ല പറയുന്നത്, നേരെ മറിച്ച് ഞാനാണ് സാക്ഷാൽ മുന്തിരി വള്ളി എന്ന് പറഞ്ഞാൽ, പഴയ നിയമ ഇസ്രയേല് കേവലം നിഴലായിരുന്നു, അവര് കേവലം നിഴലായിരുന്നു. എന്നാൽ യഥാർത്ഥ പൊരുളായത് ഞാനാണ്. ഞാൻ സാക്ഷാൽ മുന്തിരി വള്ളിയും എന്റെ പിതാവ് തോട്ടക്കാരനുമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതാണ് നമ്മുടെ പ്രതീക്ഷ. പഴയ നിയമ ഇസ്രായേലിന് പകരം ഞാനും നിങ്ങളും മുന്തിരിവള്ളിയായിരുന്നെങ്കിൽ അവരെക്കാളും അധപ്പതിച്ചവരായി പോയേനെ നമ്മൾ. എന്നാൽ പഴയ നിയമ ഇസ്രായേലിന് പകരം യേശു പറയുകയാണ്, ഞാൻ സാക്ഷാ മുന്തിരിവള്ളി. പിന്നെ നിങ്ങൾക്ക് അതിനകത്ത് ഉത്തരവാദിത്വം ഇല്ലെന്നല്ല പറയുന്നത്, താഴോട്ട് പറയുന്നുണ്ട്, എന്നിൽ വസിപ്പിൻ. പക്ഷേ ഞാൻ സാക്ഷാ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാണ്. അപ്പോൾ if a person is a true disciple of Christ, അതിനെക്കുറിച്ച് നമ്മൾ പിന്നീട് അടുത്ത ആഴ്ചയിൽ വിശദമായിട്ട് ചിന്തിക്കും. If he is a true disciple of Christ, യഥാർത്ഥത്തിൽ ഒരുവൻ ശിഷ്യനാണെങ്കിൽ യേശുവാകുന്ന മുന്തിരി വള്ളിയിലെ കൊമ്പുകളാണ് ഓരോ ശിഷ്യൻ. അതിന്റെ ഇംപ്ലിക്കേഷൻ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ കൊമ്പുകള് ഫലം കായ്ക്കുമ്പോൾ, പഴയ നിയമത്തിൽ മുന്തിരിവള്ളിയെ നട്ടു, തടമെടുത്തു, അതിന് ഫലം കായ്ക്കുമ്പം അതിന്റെ മുഴുവൻ ക്രെഡിറ്റും ആർക്കാ കിട്ടുന്നേ? അത് നട്ടയാൾക്കാണ്. അതുപോലെ തന്നെ പുതിയ നിയമത്തിലും സാക്ഷാൽ മുന്തിരിവള്ളിയാകുന്ന ക്രിസ്തുവിൽ കൊമ്പുകളാകുന്ന നാം ഫലം കായ്ക്കുമ്പോഴും അതിന്റെ ക്രെഡിറ്റ് നമുക്കല്ല, അതിന്റെ ക്രെഡിറ്റ് നമ്മുടെ കർത്താവിന്, നമ്മുടെ പിതാവിന്. അതുകൊണ്ടാണ് 8ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എന്റെ പിതാവ് മഹത്വപ്പെടുന്നു. അതിന്റെ കാരണം എന്നാ? ഫലം കായ്ക്കാൻ വേണ്ട എല്ലാ പണിയും ചെയ്യുന്നത് പിതാവാണ്, തോട്ടക്കാരൻ. നമ്മൾ ശ്രദ്ധിച്ചാൽ 4 കാര്യങ്ങൾ ആ വേദഭാഗത്തുണ്ട്. അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക, അത് വിശദീകരിക്കത്തില്ല, പറഞ്ഞങ്ങ് അവസാനിപ്പിക്കും. 4 കാര്യങ്ങളുണ്ട്. ആ 4 കാര്യങ്ങളിൽ 3 കാര്യങ്ങൾ ദൈവം ചെയ്യുന്നതും 1 കാര്യം നമ്മുടെ ഉത്തരവാദിത്വം. മനസ്സിലാക്കണം. 4 കാര്യങ്ങളിൽ 3 കാര്യങ്ങൾ ദൈവം ചെയ്യുന്നതും 1 കാര്യം നമ്മുടെ ഉത്തരവാദിത്വം. ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് ഫലം ഉണ്ടാകുന്നത്. എന്തൊക്കെയാണ് അവിടെ?
അത് വായിച്ചങ്ങ് അവസാനിപ്പിക്കുക. അടുത്ത ആഴ്ച നമ്മൾ വിശദമായിട്ട് ചെയ്തിരിക്കും. ഒന്ന്, എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയും. കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. അപ്പൊ തോട്ടക്കാരൻ എന്തോ ചെയ്യുന്നു? ഒന്ന്, കായ്ക്കുന്ന കൊമ്പുകളെ ചെത്തുന്നു. തോട്ടക്കാരൻ തന്നെയാ ചെയ്യുന്നത്. അപ്പം ചെത്തുമ്പം അധികം ഫലം വരികയാണ്. അതെന്താണെന്നുള്ളത് ഒക്കെ നമ്മൾ വിശദമായിട്ട് ചിന്തിക്കും. രണ്ട്, ഇതിനെ ശുദ്ധീകരിക്കുന്നത് തോട്ടക്കാരൻ തന്നെയാ. മൂന്നാം വാക്യം, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങൾ ഇപ്പോൾ ശുദ്ധിയുള്ള. അപ്പം അവിടെയും ശുദ്ധീകരണത്തിന്റെ അടിസ്ഥാനം എന്താ? The word. Cleansing of the branches. ഒന്ന്, കായ്ക്കുന്ന കൊമ്പ് അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തുന്നു, വെടിപ്പാക്കും, ശുദ്ധീകരിക്കും. അത് തോട്ടക്കാരൻ ചെയ്യും. രണ്ട്, അതിന് ദൈവം, തോട്ടക്കാരൻ, പിതാവ് ഉപയോഗിക്കുന്ന മാധ്യമം എന്താ? ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ. It is word that cleanses me. Word. അതുകൊണ്ടാണ് അവൻ അവളെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി. സഭയെക്കുറിച്ചാണ്. അവളെ പ്രസന്റ് ചെയ്യും ഒരു ദിവസം. വാട്ടവും മാലിന്യവും ചുളുക്കവും കറയും ഒന്നും ഇല്ലാതെ ഒരു ദിവസം പ്രസന്റ് ചെയ്യും. പക്ഷെ എങ്ങനെയാ ചെയ്യുന്നത്? The word. ഓക്കെ. അടുത്തത്, എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. അപ്പൊ എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യമാണ്, ഞാൻ മുന്തിരിവള്ളിയിൽ നിങ്ങൾ കൊമ്പോളും ആകുന്നു, ഒരുത്തൻ എന്നിലും ഞാൻ അവനിൽ വസിക്കുന്നു. അപ്പോൾ നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്താ? എൻ്റെ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ഫലം കായ്ക്കാൻ ഒറ്റ ഒരു കാര്യമേ ഉള്ളൂ, കർത്താവിൽ വസിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അതെന്താണെന്നൊക്കെ ഉള്ളത് നമ്മൾ പിന്നീട് ചിന്തിക്കും. എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി, ദൈവത്തിന്റെ ഇന്റൻഷൻ എന്താ? ദൈവത്തിന്റെ ഇന്റൻഷൻ, ദൈവത്തിന്റെ ഇഷ്ടമോ നമ്മുടെ ശുദ്ധീകരണം തന്നെ. ദൈവത്തിന്റെ ഇന്റൻഷൻ എന്നാ? ദൈവത്തിന്റെ ഇന്റൻഷൻ എന്റെയും നിങ്ങളുടെയും ശുദ്ധീകരണം. ഈ ജീവിതത്തിൽ അതാ ശുദ്ധീകരണം, അതാ ദൈവത്തിന്റെ ഇന്റൻഷൻ. അങ്ങനെ ദൈവം ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ വളരെ ഫലം കായ്ക്കും. അങ്ങനെ വളരെ ഫലം കായ്ക്കുമ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നത്? പിതാവ് മഹത്വപ്പെടും. നമ്മുടെ ജീവിതം എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ജീവിതം ആർക്കു വേണ്ടിയിട്ടാണ്? നമ്മുടെ ജീവിതം ഫലം കായ്ക്കാനുള്ള ജീവിതമാണ്. നമ്മുടെ ജീവിതം ആർക്കു വേണ്ടിയിട്ടാണ്? നമ്മുടെ ജീവിതം കർത്താവിന് വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ ജീവിച്ചാലും മരിച്ചാലും നമ്മൾ ആരുടേതാ? നമ്മൾ കർത്താവിൻ്റെതാണ്. പ്രിയപ്പെട്ടവരെ, ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവപാദപീഠത്തിൽ നമ്മെ സമർപ്പിക്കാൻ നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. സഹോദരന്മാരിൽ ഒരാൾക്ക് പ്രാർത്ഥിച്ച് അവസാനിക്കാം.